ദുഷ്ടിര, നിന്റെ മനസ്സിലുള്ള ദുഃഖവും ഭയവുമെല്ലാം ഞാൻ മനസ്സിലാക്കി. അതറിഞ്ഞാണ് ഞാനിപ്പോൾ ഇവിടേക്കെത്തിയത്. ശത്രുക്കളെയെല്ലാം പരാജയപ്പെടുത്തി വിജയം നേടുവാനുള്ള ഒരു ഉപായം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ പിന്നെ ആരെയും നിനക്ക് ഭയപ്പെടേണ്ടി വരില്ല. നിനക്ക് നിഷ്പ്രയാസം വിജയം നേടുവാൻ സാധിക്കും, അത് തീർച്ച. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വ്യാസൻ യുധിഷ്ഠിരന് പ്രതിസ്മൃതി എന്ന വിദ്യ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അർജുനൻ മഹാസ്ത്രങ്ങൾ നേടുന്നതിനു വേണ്ടി ഇന്ദ്രനെയും വരുണനെയും കുബേരനെയും ഒക്കെ സമീപിക്കട്ടെ. ഇവരിൽ നിന്നും മഹാസ്ത്രങ്ങൾ നേടി അർജുനൻ അജയ്യനായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് യുധിഷ്ഠിര, നിനക്ക് ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല. നിങ്ങൾ വളരെ കാലമായി ഈ വനത്തിൽ താമസിക്കുന്നു. ഇനി അടുത്തുള്ള മറ്റേതെങ്കിലും വനത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. അങ്ങനെ വ്യാസമഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് പാണ്ഡവർ അടുത്തുള്ള കാമ്യകവനത്തിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. അങ്ങനെ കാമ്യകവനത്തിൽ പാണ്ഡവർ താമസിക്കുന്നു. ഒരു ദിവസം യുധിഷ്ഠിരൻ അർജുനനെ വിളിച്ചു. വ്യാസദേവൻ പറഞ്ഞ അഭിപ്രായങ്ങൾ പറയുന്നു. അർജുന, കൗരവരുടെ ഭാഗത്ത് നിറയെ വീരന്മാരാണുള്ളത്. അവരെയെല്ലാം ജയിച്ച് നമുക്ക് രാജ്യം നേടേണ്ടതുണ്ട്. യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അവരെയെല്ലാം ജയിക്കുവാനുള്ള ഏകയാശ്രയം നീ മാത്രമാണ്. അതുകൊണ്ട് നീ ഇനിയും ഏറെ ശക്തി നേടേണ്ടതുണ്ട്. വ്യാസമഹർഷി എനിക്ക് ഒരു രഹസ്യവിദ്യ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. ആ മന്ത്രം ഞാൻ നിനക്ക് ഉപദേശിക്കാം. അതുകൊണ്ട് നീ ദേവതകളെയെല്ലാം പ്രസാദിപ്പിക്കണം. ആദ്യം ഇന്ദ്രനെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കുക. ഇപ്പോൾ ഇന്ദ്രന്റെ പക്കൽ എല്ലാ ദിവ്യാസ്ത്രങ്ങളും ഉണ്ട്. അവയൊക്കെ നേടിയെടുത്താൽ പിന്നെ വിജയം നമുക്ക് സുനിശ്ചിതമാണ്. അതുകൊണ്ട് അർജുന, ദിവ്യാസ്ത്രങ്ങൾ നേടിയെടുക്കുവാനായി നീ ഉടൻ തന്നെ യാത്ര പുറപ്പെടണം. അങ്ങനെ യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ജ്യേഷ്ഠനിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിച്ച് വടക്കോട്ട് യാത്ര പുറപ്പെടുന്നു. ബ്രാഹ്മണരും മഹർഷിമാരുമൊക്കെ അർജുനനെ ആശീർവദിക്കുന്നു, യാത്രാമംഗളങ്ങൾ നേരുന്നു. അർജുനന്റെ വിരഹം ദ്രൗപദിക്ക് ഏറെ ദുഃഖമുളവാക്കുന്ന ഒന്നായിരുന്നു. എങ്കിലും ദ്രൗപദി അർജുനനോട് ഇപ്രകാരം പറഞ്ഞു. ദുര്യോധനനും കൂട്ടരും ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം ഇപ്പോഴും വേദനിക്കുന്നു. അങ്ങ് പോകുന്നതിൽ ഞങ്ങൾക്കെല്ലാം അതിയായ ദുഃഖമുണ്ട്. പക്ഷേ ദിവ്യാസ്ത്രങ്ങളെല്ലാം നേടിയെടുക്കുവാനാണ് അങ്ങ് പോകുന്നത്. അതുകൊണ്ട് ഈ വിരഹത്തിലും ഞാൻ സമാധാനം കാണുവാൻ ശ്രമിക്കുന്നതാണ്. അങ്ങയുടെ ആഗ്രഹങ്ങളെല്ലാം വേഗം തന്നെ സഫലമാകട്ടെ. ദ്രൗപദി നിറമിഴികളോടെ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി. അങ്ങനെ അർജുനൻ യഥോചിതം എല്ലാവരോടും യാത്ര ചോദിച്ച് യാത്രയാകുന്നു. പല ദുർഘട വനങ്ങളുമൊക്കെ താണ്ടി അർജുനൻ ഇന്ദ്രകീലത്തിൽ എത്തിച്ചേർന്നു. അവിടെ അല്പം വിശ്രമിച്ച നേരം യാത്ര തുടരുവാൻ ഒരുങ്ങവേ ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു. നിൽക്കുക, നീ എവിടെ പോകുന്നു? വിസ്മയത്തോടെ അർജുനൻ ചുറ്റും നോക്കി. അപ്പോഴതാ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ തേജസ്വിയായ ഒരു വൃദ്ധ താപസനെ കാണുന്നു. അർജുനൻ പെട്ടെന്ന് തന്നെ ആ താപസന്റെ അടുത്തെത്തി അദ്ദേഹത്തെ വന്ദിച്ചു. ആ വൃദ്ധ താപസൻ അർജുനനോട് വീണ്ടും ചോദിച്ചു. നീ ആരാണ്? ആയുധധാരിയായി ഇവിടെ വരുവാനുള്ള കാരണം